ഒരു ചൊല്ലുണ്ട്, ദാരിദ്ര്യ ദുഃഖത്തെ അറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. അന്യന്റെ ക്ലേശത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരു സിമ്പതിയും എമ്പതിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അനുഭവിക്കണ്ടേ? ഇന്നത്തെ തലമുറയെ അനുഭവിച്ചിട്ടില്ല. ദാരിദ്ര്യം പോയിട്ട് അല്പനേരം വിശക്കുമ്പോഴേക്ക് വല്ലാതെ പടക്കുന്നവരാണ്. ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണത്തിന് ക്ഷാമമില്ലാത്ത ഈ കാലത്താണ് ഭക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പടക്കുന്നത്. ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും അധ്യാപകരായിരിക്കുന്ന ഒരു കുട്ടിയുടെ കല്യാണം. ആ കല്യാണം കഴിക്കുന്ന പയ്യന്റെ അച്ഛനും അമ്മയും അധ്യാപകർ. നോക്കുമ്പോ അധ്യാപകരുടെ ഒരു ദേശീയ സമ്മേളനം അവിടെ മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ. ഭയങ്കരമാണ്. അപ്പോ മാലയിടലിനിടയിൽ എനിക്ക് വേറെ പരിപാടിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ 2 സ്റ്റെപ്പിലും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഓഡിറ്റോറിയത്തിലല്ല, ആള് കൂടി നിൽക്കുക. ഈ സ്റ്റെപ്പ് 2 സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്കാണ് ഭക്ഷണ ഹാൾ. അപ്പൊ ഭക്ഷണ ഹാൾ പൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇലകളെല്ലാം വെച്ച് തൊടുകറികളെല്ലാം വിളമ്പിയതിന് ശേഷം ഇത് തുറക്കും. അങ്ങനെ വിവാഹം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബഹുമാന്യരായ അധ്യാപകന്മാരും അധ്യാപികമാരും എല്ലാം തന്നെ ഈ 2 സ്റ്റെപ്പിലും ഫസ്റ്റ് ട്രിപ്പ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. അവസാനം ആ ഗ്ലാസിന്റെ വാതിലങ്ങ് തുറന്നപ്പോ അതൊരു ഞാനിങ്ങനെ നോക്കുക. സോമാലിയയിൽ ഭക്ഷണപ്പൊതി എറിഞ്ഞു കൊടുത്താൽ കുട്ടികൾ ഓടുന്ന ഒരു കാഴ്ചയില്ലേ ഭക്ഷണത്തിന് വേണ്ടി, അതേ ഒരു ആർത്തിയോടുകൂടി നമ്മുടെ അധ്യാപകർ ഓടുന്നത് കണ്ടിട്ട് ഞാനിത് പറഞ്ഞ് മാഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ പിന്നെ ജമ്മത്തിൽ തന്നെ ഒരു സ്കൂൾ അടുപ്പിക്കൂലേ കേട്ടോ. അവരോടുക ഭക്ഷണം. ഇവരാരും വീട്ടിൽ പട്ടിണിയായിട്ട് വന്നവരല്ല. പോകുന്ന പോക്കിൽ ഒരു പെണ്ണുങ്ങൾ കമന്നടിച്ചു വീഴുന്നു, അവരെ ചവിട്ടി കുരട്ടിപ്പോയി. കാരണം അവരെ ചവിട്ടാതിരിക്കാൻ ഇവർക്ക് നിൽക്കാനാവില്ല, ബേക്കിൽ ഇങ്ങനെ തള്ളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അധ്യാപകർ ബിരിയാണി കഴിക്കുന്നു. പക്ഷെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ, സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കഥ വായിച്ചവർ വളരെ അപൂർവമാണ്. ബിരിയാണി, നെയ്പായസം ഓണത്തിനും വിഷുവിനും കഴിക്കുന്നു. പക്ഷേ മാധവിക്കുട്ടിയുടെ, കമലാസുരയ്യയുടെ നെയ്പായസം കണ്ടവരെത്ര ചോദിച്ചാൽ വളരെ വിരളമാണ്. പൂവമ്പഴം പല വിധത്തിൽ കഴിക്കുന്നു. പക്ഷേ കാരൂരിന്റെ പൂവമ്പഴമോ ബഷീറിന്റെ പൂവമ്പഴമോ കഴിച്ചവർ വളരെ ചുരുക്കമാണ്.